നമസ്കാരം. നെയ്യാറ്റിൻകര രൂപതയുടെ പങ്കാളിത്ത സഭാ സംവിധാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് അഭിവന്ദ്യ പിതാവിൻ്റെ സർക്കുലർ എല്ലാ ഇടവുകളിലും വായിച്ചിരിക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ നിയമാവലിയും പുറത്തിറക്കി കഴിഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സംശയങ്ങൾ നമ്മുടെ പലരുടെയും മുൻപിൽ ഉണ്ട്. ഒത്തിരി പേര് എന്നോട് തന്നെയും വ്യക്തിപരമായിട്ടൊക്കെ ചോദിച്ച ചില സംശയങ്ങളൊക്കെ. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയുവാൻ ഉത്തമനായ ഒരു വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിലുണ്ട്. രൂപതാ ശുശ്രൂഷ കോർഡിനേറ്റർ, വലിയ ബഹുമാനമുള്ള മോൺസിഞ്ഞോർ BP ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമസ്കാരം അച്ഛൻ. നമസ്കാരം അച്ഛൻ. നമ്മളിപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ BCC യോഗങ്ങൾ പോലും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇലക്ഷൻ നടത്തേണ്ടതായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നീട്ടിവെച്ചത്. ഈ അനിശ്ചിതമായി നീട്ടിവെക്കുന്നതിനുള്ള ആശങ്ക വൈദികരുടെ ഭാഗത്തു നിന്നും അൽമായ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പലരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇലക്ഷൻ നടത്തണം എന്നാണ്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത വന്നിട്ടുണ്ട്. പഴയതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ചില ഇടങ്ങളിലെങ്കിലും കൗൺസിൽ അംഗങ്ങളും മറ്റ് ഇതര ഭാരവാഹികളൊക്കെ നിർജീവത്വം വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിർജീവത ഇടവക പ്രവർത്തനങ്ങളെയും ഒപ്പം വിശ്വാസ ജീവിതത്തെയും ബാധിക്കുന്നു. അല്ല, യോഗങ്ങൾ പോലും നടക്കാതിരിക്കുമ്പോൾ പ്രായോഗികമായിട്ട് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അഭിനന്ദ പിതാവ് 2 നിർദ്ദേശങ്ങളാണ് വച്ചിരിക്കുന്നത്. ഒന്ന്, BCCയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് നടത്തുക. അത് നടക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഇടവക പള്ളിയിൽ വെച്ച് തന്നെ BCC യോഗം നടത്തുക. യോഗം നടത്തുമ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ പാടില്ല. അഭിനന്ദ പിതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, 15 വയസ്സിന് താഴെയുള്ളവർ പാടില്ല. പിന്നെ സജീവ അംഗങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കാര്യം ഈ സജീവ അംഗങ്ങൾ എന്നുള്ളൊരു പ്രയോഗം എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്താണ് ശരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത്? സജീവ അംഗങ്ങൾ എന്ന പ്രയോഗം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയോഗമാണ്. കൗദാശി ജീവൻ നയിക്കുന്നവരും 20% എങ്കിലും BCCയിൽ ഹാജരുള്ളവരും 15 വയസ്സ് തികഞ്ഞവരെയുമാണ് സജീവ അംഗങ്ങൾ എന്ന് മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത്. അതെ. അതായത് അപ്പം സജീവ അംഗങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞവരാണ് BCCയിൽ 20% ഹാജരുണ്ടാകുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ചാ വിഷയമായൊരു കാര്യം, KLCA ഇലക്ഷനൊക്കെ ഈ BCC ഇലക്ഷനോടൊപ്പം നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതും BCC ഇലക്ഷൻ്റെ പോലെ ആക്കി തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആശങ്ക വന്നിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത? KLCA എന്ന് പറയുന്നത് അൽമായ സംഘടനയാണ്, സമുദായ സംഘടനയാണ്. അതേസമയം തന്നെ നമ്മുടെ ശുശ്രൂഷകൾക്കുള്ളിൽ ഉള്ളതുമാണ്. ശുശ്രൂഷകളെല്ലാം ഒരേ സമയത്ത് നിലവിൽ വരുന്നതാണ് ഏറ്റവും അഭികാമ്യം. പ്രത്യേകിച്ച് KLCA പ്രസിഡന്റുമാർ പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരേ സമയത്ത് കൗൺസിലിലേക്ക് അംഗങ്ങൾ വരുന്നത്, ഇടയ്ക്ക് ഇറങ്ങി പോവുക, ഇടയ്ക്ക് കയറി വരിക, അത് പ്രവർത്തനങ്ങളുടെ. പക്ഷേ സംഘടനകൾക്ക് അതിൻ്റെതായ ബൈല ഉണ്ടല്ലോ അല്ലെ? ആ ബൈല അനുസരിച്ച് തന്നെയല്ലേ ഈ സമയം? അതനുസരിച്ച് തന്നെയാണ് മറ്റ് സമിതികളിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. BCCയിൽ നിന്നാണെങ്കിൽ ഇത് BCCയിൽ നിന്നല്ല തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് സംഘടനയുടെ നിയമാവലി അനുസരിച്ച് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടൊരു പ്രധാനമായിട്ടൊരു ഡൗട്ട് പലരും ചോദിച്ചത്, യൂണിറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് പുതിയ സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പുതിയതാണെന്ന് ക്ലിയർ അല്ല, പക്ഷേ ഇപ്പോഴത്തെ അത് സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതൊരു പുതിയ സംവിധാനം അല്ല. പഴയ മാർക്കിനെയൊക്കെ പരിശോധിച്ചാലും യൂണിറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. യൂണിറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ലീഡറും 7 ശുശ്രൂഷ ഭാരവാഹികളും ചേരുന്നതാണ്. ഈ ഭാരവാഹികൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ചേരുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യണം. മാർഗരേഖ അനുസരിച്ച് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും 3 മാസം നേടിക്കൊണ്ട് പോകണം എന്നല്ല അതിന് അർത്ഥമായിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രത്യേക ഒരു പരിപാടി നടക്കാനായിട്ട് പോകുന്നു, യൂണിറ്റ് വാർഷികം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജൂബിലിയോടനുബന്ധിച്ച് എല്ലാ പരിപാടികൾ രൂപ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ
ഈ അതിന് ചർച്ച ചെയ്യാൻ BCC യോഗം കൂടുന്നതിന് മുൻപ് എക്സിക്യൂട്ടീവ് യോഗം കൂടണം. അവർക്ക് ഈ 8 പേർക്കും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകും. ആ ധാരണയോടുകൂടി ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റിൽ പോയി അവതരിപ്പിക്കണം. വ്യത്യസ്തമായിരിക്കും എടുത്ത തീരുമാനങ്ങൾ, പക്ഷേ ആ ഒരു ധാരണയോടുകൂടി പോയി കഴിയുമ്പോൾ ആ യൂണിറ്റിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒപ്പം ഈ ഭാരവാഹികൾക്ക് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ അതൊരു വലിയ സഹായമായിരിക്കും. തീർച്ചയായും. അടുത്തൊരു ചോദ്യം, ഈ BCCകളുടെ നടത്തിപ്പുമായി കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ യോഗങ്ങളിൽ ആർഭാടങ്ങളൊന്നും പാടില്ല. അപ്പോൾ അസാധാരണ യോഗങ്ങളിൽ ആർഭാടം ആകാമെന്നാണ് എൻ്റെ അർത്ഥം. ഈ ആർഭാടം എന്ന് ഉദ്ദേശിച്ചത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കും, ആഘോഷപൂർവമായ ഭക്ഷണം. ചില വീടുകളിൽ ചായ ബിസ്ക്കറ്റോ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അത് ചിലർക്കൊക്കെ ഭാരമായിട്ട് മാറണം. ആ വീട്ടുകാർ കൊടുത്തു, എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആർഭാടം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആഘോഷമായിട്ടുള്ള ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാടില്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ഭാരമായി മാറാൻ പാടില്ല. അതേസമയം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. ഉദാഹരണം വാർഷികത്തിന് ആർഭാടം പാടില്ല, പക്ഷെ അത്യാവശ്യം ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് പല യൂണിറ്റുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി തന്നെ കാശിട്ടുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, പ്രത്യേക അവസരങ്ങളിൽ മാത്രം. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സംശയം എന്നുള്ളതല്ല, ഒരു ആശങ്ക ചിലർ പങ്കുവച്ചത്, ഒരാൾ തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ഒരേ സ്ഥാനത്തിരിക്കാൻ പാടില്ല, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷിത തീഷ്ണയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയായിട്ട് തോന്നുന്നില്ലേ? ഒരിക്കലല്ല. പ്രത്യേകിച്ച് അത് മറ്റുള്ളവർക്ക് അവസരം കിട്ടാനാണ്. ഒരേ വ്യക്തി തന്നെ ഒരേ സ്ഥാനത്ത് നീണ്ട വർഷം ഇരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് മറ്റൊരു വ്യക്തിക്ക് അവസരം ലഭിക്കുന്നില്ല. അങ്ങനെ അവസരം ലഭിക്കാതെ ആ വ്യക്തി വളർന്നു വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി തീക്ഷ്ണതയുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് സാധിക്കുക, ആ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്ന് മാത്രമേ. ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോഴും ചിലപ്പോൾ 3-4 പേര് സജീവമായിരിക്കാം. അവര് 4 പേരും കൂടി 8 പേര് സ്ഥാനങ്ങൾ പങ്കുവെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും അവർക്കായിരിക്കും മേൽക്കൈ നിൽക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയില്ല. മാത്രമല്ല, അതുപോലെ ദക്ഷിണതയുള്ള മറ്റു വ്യക്തികളുണ്ട്, അവർക്ക് അവസരം ലഭിക്കാതെ, അല്ലെങ്കിൽ 2-3 കുടുംബങ്ങൾ മാത്രം ചേർന്നുകൊണ്ട്, ചിലപ്പോൾ ബന്ധുക്കളും ആയിരിക്കാം, ചേർന്നുകൊണ്ട് ഈ 8 ഭാരവാഹിത്വം അങ്ങേറ്റെടുക്കും, മറ്റുള്ളവർക്ക് ഔട്ടാകും. അത് BCCയുടെ സുഗമമായ പ്രവർത്തനത്തിന് അനുയോജ്യമല്ല എന്ന് മാത്രമല്ല, നേതൃത്വം വളരത്തില്ല, കൂട്ടായ്മയും വളരാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യം അതിലൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആള് കിട്ടാതെ വരികയാണെങ്കിൽ രണ്ടാമതൊരാളെ കൂടി, മൂന്നാമതില്ല, രണ്ടാമതൊരാളെ കൂടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാമെന്ന്. പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എത്ര പേര് ഒരുമിച്ച് കൂടും? ഒരു വീട്ടിൽ നിന്നാണോ ഒരു കുടുംബത്തിൽ നിന്നാണോ? ഒരു കുടുംബത്തിൽ. പക്ഷേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുടുംബം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബൈലയിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബരേഖ അനുസരിച്ചുള്ള കുടുംബം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും ഒരു കുടുംബമായിട്ടല്ല പരിഗണിക്കുന്നത്. സർക്കാർ പോലും അങ്ങനെയല്ല. മറിച്ച് വിവാഹിതരായി കഴിഞ്ഞാൽ അവരൊരു കുടുംബമാണ്. ഒരു വീട്ടിൽ അമ്മയോ അപ്പനും 2 മക്കളുണ്ട്. അതിൽ ഒരാൾ വിവാഹിതരായി ഇവിടെ തന്നെ താമസിക്കുകയാണ് എങ്കിൽ അവർ വേറൊരു കുടുംബമായി കഴിഞ്ഞു. ഒരു കുടുംബരേഖ കിട്ടും. കുടുംബരേഖ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ 2 മക്കളായി കഴിഞ്ഞാൽ അവർ 2 കുടുംബമായി, അപ്പനും അമ്മയും ഒരു കുടുംബമായി. ഈ കുടുംബരേഖ കൊടുക്കുന്നത് മാസവരി വിളിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ഒരുപക്ഷെ അപ്പനും അമ്മയും വേറെ വരുമാനം ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്, അവർ മാസവരി അടയ്ക്കേണ്ട, അല്ലെങ്കിൽ അവർ കഴിയുന്ന അടച്ചാൽ മതി, മാനദണ്ഡം അനുസരിച്ച് അടയ്ക്കണമെന്നില്ല, മക്കൾ അടച്ചാൽ മതിയാകും. പക്ഷെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ അവർക്കൊരു കുടുംബരേഖ, അങ്ങനെയുള്ളവരെയാണ് ഒരു കുടുംബമായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു ക്ലോസ് പറഞ്ഞിരിക്കുന്നത് പരസ്യമായ വോട്ടുപിടുത്തവും പ്രചാരണങ്ങളും പാടില്ല എന്നുള്ളത് ഈ പ്രായോഗികമായി നടക്കുന്ന ഒരു നിർദ്ദേശമാണ്. അത് ഒന്ന് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ ഈ പങ്കാളിത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയോ ഇതര തെരഞ്ഞെടുപ്പ്
ലക്ഷ്യങ്ങൾ പോലും വ്യത്യാസമാണ്. ഇത് യേശുവാകുന്ന ഇടയന്റെ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ ഇടയ ദൗത്യത്തിൽ പങ്കുചേരുകയാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും രാജകീയ, പൗരോഹിത്യ, പ്രവാചക ദൗത്യങ്ങളിൽ പങ്കുചേരുന്നവരാണ്. എന്ന് മാത്രമല്ല, ജ്ഞാനസ്നാനം സ്വീകരിച്ച അവർ പൗരോഹിത്യത്തിൽ പങ്കാളികളാണ്. പൗരോഹിത്യം 2 വിധത്തിലുണ്ട്. ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്, പൊതുപൗരോഹിത്യമുണ്ട്. പൊതുപൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നത്. അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ദൈവമാണ്, മനുഷ്യന്റെ സ്വാധീനം ആയിരിക്കരുത്. ഇതര തെരഞ്ഞെടുപ്പുകൾ ആൾക്കാരെ സ്വാധീനിക്കണം, അവിടെ കഴിവുകൾ പറയണം, അതിന്നത് ചെയ്യാമെന്ന് പറയും, വാഗ്ദാനങ്ങൾ നൽകണം. പക്ഷെ ഇത് അങ്ങനെ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതാനും വ്യക്തികളുടെയോ സ്വാധീനത്തിൽപ്പെട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ദൈവഹിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ദൈവഹിതം ആരായാൽ ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൗത്യത്തിലാണ് പങ്കുചേരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണം മുൻകൂട്ടി ചെയ്യുന്നത്, വോട്ട് പിടിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ അരൂപിക്ക് ചേർന്നതല്ല, ഈ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുക്കുന്നതിന് യോജിച്ചതല്ല. വാസ്തവത്തിൽ നല്ല നേതാക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി നല്ല നേതാക്കന്മാർ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അന്യകളാക്കാന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടുത്തത്തിൽ പോകരുതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് പ്രാർത്ഥിക്കണം, ജനങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല, എനിക്കിപ്പോ താല്പര്യമുണ്ട് ഒരു സ്ഥാനത്തേക്ക് വരണം, ആ കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ അതെന്ന് പറയുന്നത് ദൈവത്തോടാണ്. ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം, അങ്ങനൊരു അവസരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. പക്ഷെ അത് മറ്റൊരാളെ സ്വാധീനിക്കുന്നതായിട്ട് മാറുന്നത്. ഒരുപക്ഷെ അങ്ങനെ പ്രചരണം നടത്തിയാൽ എന്തെങ്കിലും നടപടിയുണ്ടോ അറിയാല്ലേ? ഇത് ഒരു സഭാ സംവിധാനമാണ്. ഒരാളിനെ അങ്ങനെ വിലക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഗൗരവമായിട്ടുള്ള പരാതി വന്നാൽ അത് ഒരു ചെറുപുര അധ്യക്ഷൻ പരിഗണിക്കും. അതുപോലെ യൂണിറ്റിലെ ഇലക്ഷൻ നടക്കുമ്പോൾ 8 പ്രതിനിധികളെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ലീഡറെയും 7 ശുശ്രൂഷ പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ വൈസ് പ്രസിഡന്റ് അല്ല ഉപ ലീഡർ, അതുപോലെ സെക്രട്ടറി, ഖജാൻജിക്കാണ്. അവിടെ ഒരു അവ്യക്തത നിൽക്കുന്നത്, ഈ 8 പേര് പിന്നീട് യോഗം ചേർന്നിട്ടാണോ ഈ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റൊക്കെ എടുക്കുന്നത്, അതോ ഈ മൊത്തത്തിൽ BCCയിൽ നിന്ന് തന്നെയാണോ അത് എടുക്കുന്നത്? അതിനുശേഷം പ്രത്യേക യോഗം ചേർന്നല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ലീഡർ 7 ശുശ്രൂഷ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഉപലീഡർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഖജാൻജി എന്നിവരെ അപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. നിർദ്ദേശം ഇതിന് പുറത്തുള്ളവർക്കും തീർച്ചയായിട്ടും വയ്ക്കാവുന്നതാണ്, അവർക്കും പരസ്പരം പറയാവുന്നതാണ്. ഈ ശുശ്രൂഷ പ്രതിനിധികൾക്ക് ഈ സെക്രട്ടറിയായിട്ടോ ഖജാൻജിയായിട്ടോ വരാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ 7 പേരിൽ നിന്നായിരിക്കണം ഈ 4 സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അതായത് ചില ആളുകൾക്ക് 2 സ്ഥാനം വരും, 2 സെക്രട്ടറി ആയിരിക്കും, ഒപ്പം ഏതെങ്കിലും ഒരു ശുശ്രൂഷ പ്രതിനിധി. ഓക്കെ. ഇനി 8 ശുശ്രൂഷ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേക ക്രമം പറയുന്നുണ്ടോ, പ്രത്യേക യോഗ്യതകൾ പറയുന്നുണ്ടോ? അങ്ങനെയൊക്കെ പ്രതിനിധികൾക്ക് തെരഞ്ഞെടുപ്പിന് ഒരു ക്രമമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഇടവുകളിലേക്ക് പോയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ലീഡറിനെയാണ്, പിന്നെ അജപാലന ശുശ്രൂഷയുടെ പ്രതിനിധി, വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ പ്രതിനിധി, സാമൂഹ്യ ശുശ്രൂഷ, കുടുംബ പ്രേക്ഷക ശുശ്രൂഷ, അൽമായ ശുശ്രൂഷ, യുവജന പ്രതിനിധികളായി 2 പേർ. ഇതാണ് ക്രമം. യോഗ്യതകൾ, പൊതുവായിട്ടുള്ള യോഗ്യതകൾ പറയുന്നുണ്ട്. 25 വയസ്സാണ് മിനിമം യോഗ്യത എന്ന് പറയുന്നത്. 25 വയസ്സായി കിട്ടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 21 വയസ്സ് കഴിഞ്ഞവർ തിരഞ്ഞെടുക്കാവുന്നതാണ്. യുവജന പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർക്ക് 15 വയസ്സ് മതിയാകും. 21 വയസ്സായാലേ പാരിഷ് കൗൺസിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ. മറ്റ് യോഗ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് കൗതാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം നിർബന്ധമായിട്ട്. BCC യോഗങ്ങളിലെ 20% പങ്കാളിത്തം ഉള്ളവരായിരിക്കണം. അത് നല്ല സജീവമാണല്ലോ, ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇതിലേക്ക് കടന്നു വരാനായിട്ട്. വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട്. വിദ്യാഭ്യാസ ശുശ്രൂഷ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നവർ +2 എങ്കിലും വിജയിച്ചവരായിരിക്കണം. അതാണ് അഭികാമ്യം, നിർബന്ധമല്ല. +2 കിട്ടാതെ വന്നാൽ തീർച്ചയായിട്ടും താഴെയുള്ളവരെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി മുൻകാലങ്ങളിൽ 3 വർഷമെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് ഇരുന്ന് പ്രവൃത്തി പരിചയമുണ്ടാകണം. ഒന്നുകിൽ ലീഡറായിട്ട് അല്ലെങ്കിൽ 7 ശുശ്രൂഷ പ്രതിനിധികളായിട്ട് എങ്കിലും ഇരുന്ന് പരിചയമുള്ളവർക്ക് മാത്രമേ ലീഡറാക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഇതാണ് പൊതുവായിട്ട് യോഗ്യതകളായിട്ട് പറയുന്നത്. ഈ യൂണിറ്റ് ലീഡറുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നിടത്ത് എല്ലാ യോഗങ്ങളിലും
അധ്യക്ഷത വഹിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നത് ഈ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ കുടുംബനാഥന്മാർ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. അതിലൊരു വ്യത്യാസമാണോ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഇപ്രാവശ്യം ആഗ്രഹിക്കുന്ന വ്യത്യാസമാണ്. കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ ഒരു സ്ഥലത്തും നേരത്തെ പറഞ്ഞതുപോലെ നടക്കില്ല. യൂണിറ്റ് ലീഡർ ആ കുടുംബനാഥനെ അല്ലെങ്കിൽ കുടുംബനാഥയെ അധ്യക്ഷയായിട്ട് ക്ഷണിക്കണമെന്നാണ്. ഒന്ന് അവരൊന്നിരിക്കില്ല, ഇരുന്നാലും അവർക്കൊരു വാക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അന്നും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ലീഡർ തന്നെയാണ്, അതിന് അധ്യക്ഷം വഹിക്കുന്ന ലീഡർ തന്നെയാണ്. പിന്നെ പേരിന് മാത്രം ഒരാളെ ഇങ്ങനെ വിളിക്കും എന്നാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഉടമസ്ഥൻ, അതായത് കുടുംബനാഥനോ കുടുംബനാഥിയോ സ്വാഗതം പറയുക എന്നുള്ളതാണ്. യൂണിറ്റിനെ നയിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അധ്യക്ഷത വഹിക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരുത്തിയത്. യൂണിറ്റ് ലീഡർ തന്നെ അതിന് അധ്യക്ഷത വഹിക്കുക എന്നാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ BCC യൂണിറ്റുകളുടെ ശുശ്രൂഷ കോർഡിനേറ്റർ കൂടി ലീഡറാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കാര്യം. എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി യൂണിറ്റ് ലീഡറാണ്. അതുപോലെ യൂണിറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യോഗങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ജനറലി കാണുന്ന ഒരു പ്രാക്ടീസ് പള്ളിയിൽ വിളിച്ചു പറയുന്ന ഒരു പരിപാടിയാണ്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അതിനപ്പുറം ഒരു ശ്രമം സെക്രട്ടറി ചെയ്യണമെന്നുള്ള കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒന്ന് ഇടപെടലിൽ അറിയിച്ച് അവിടെ അനൗൺസ് ചെയ്ത് വരിക. രണ്ടാമത് ആ വീട്ടുകാരെ അറിയിക്കുക. അതൊന്ന് മുൻകൂട്ടി, കാരണം 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മറന്നുപോയെന്ന് പറയാം, മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി അവരെ അറിയിക്കുക എന്നുള്ളത്. മൂന്നാമത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ആ വീട്ടുകാർ മറ്റുള്ളവരെ അറിയിക്കുന്നു. അപ്പോ സെക്രട്ടറിയുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ വീട്ടുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, നിങ്ങൾ എല്ലാ വീട്ടിലും ഒന്ന് അറിയിക്കണം. സെക്രട്ടറിനെ ചെന്ന് അറിയിക്കണ്ട, മറിച്ച് അവരെ അറിയിക്കുക. അടുത്തൊരു കാര്യം, ഈ യജപാലന ശുശ്രൂഷയുടെ കീഴിലുള്ള കമ്മീഷനുകൾ കൊടുത്തിരിക്കുന്നിടത്ത് ഒരു പുതിയ കമ്മീഷൻ കണ്ടുന്നുണ്ട്, ചിൽഡ്രൻസ് കമ്മീഷൻ. ആ കമ്മീഷന്റെ എന്താണ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്ന് KRLCC രൂപം കൊടുത്തതാണ് ചിൽഡ്രൻസ് കമ്മീഷൻ. അത് നമ്മൾ തീർച്ചയായിട്ടും KRLCC വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പ്രാവർത്തികമാക്കുന്ന ഒരു രൂപതയാണ്. അത് KRLCയുടെ അഭിനന്ദനത്തിന് കാരണമായി തീരുകയും ചെയ്തു. അങ്ങനെ വന്നിട്ടുള്ളതാണ് ചിൽഡ്രൻസ്. കുട്ടികളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്മീഷനിൽ വരണം എന്നാണ് തത്വത്തിൽ ഉള്ള കാര്യം. ഇപ്പൊ നിലവിൽ ലിറ്റിൽ വേ മാത്രമേ ജീസസ് ഫ്രണ്ട്സ് നടക്കുന്നുണ്ട്. അത് ദൈവവിളി കമ്മീഷന്റെ കീഴിലാണ് നടക്കുന്നത്. പക്ഷെ അതും ഇതിന്റെ കൂടി നിയന്ത്രണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കൂടി വന്നു പോകണം എന്നുള്ളതാണ്. അതുപോലെ ലീജിയൻ ഓഫ് മേരിയില് കുട്ടികളുടെ കാര്യങ്ങൾ നടക്കാറുണ്ട്, വിദ്യാഭ്യാസ ശുശ്രൂഷയിൽ നടക്കുന്നുണ്ട്, നിറ്റ്സില് കുട്ടിക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ കമ്മീഷനിൽ വരണമെന്നാണ്. ചെയ്യുന്നത് ഇതര ശുശ്രൂഷകളായിരിക്കാം, അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മീഷനാണ് ചിൽഡ്രൻസ് കമ്മീഷൻ. ഇപ്പോൾ ലിറ്റിൽ വേ മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അച്ഛൻ, മറ്റൊരു കാര്യം, ഈ യജപാലന ശുശ്രൂഷ പ്രതിനിധിയുടെ ദൗത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതിനകത്ത് ദൈവവചനം കാലോചിതമായി വ്യാഖ്യാനിക്കുവാനും കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തണം, അവരെ പ്രയോജനപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഈ പ്രാവശ്യത്തെ മാർഗരികൾ വന്നൊരു വ്യത്യാസമാണ്. കഴിഞ്ഞ മാർഗരികൾ ഉണ്ടായിരുന്നത് യജപാലന ശുശ്രൂഷ പ്രതിനിധിയുടെ ദൗത്യമാണ് ഈ ദൈവവചനം കാലോചിതമായി വ്യാഖ്യാനിക്കുക എന്നുള്ളത്. പക്ഷെ യജപാലന ശുശ്രൂഷ വരുന്ന പലരും അതിന് പ്രാപ്തമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരാനായിട്ട് മടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക, അതിന് പ്രാപ്തമല്ലെങ്കിൽ BCC പോലും വരുന്നത് മുടങ്ങും. അതേസമയം ഇടവകയിൽ അങ്ങനെയുള്ള വ്യക്തികൾ, നല്ല വ്യക്തികൾ കാണും. പല ഇടവകയിലും വികാരിച്ചിന്റെ നേതൃത്വത്തിൽ തന്നെ റിസോഴ്സ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. BCCകളിൽ പോയി പറയേണ്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ വിളിക്കാൻ സാധിക്കും. ഇനി ആരെങ്കിലുമൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വികാരിച്ചിന്റെ അനുവാദം കൂടി വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ തോന്നിയതുപോലെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. അത് വരാനായിട്ട് ഇവിടെ ഒരു വ്യക്തത കൂടി വേണം. അതായത് BCCകളിൽ വചനം വായിച്ചു കഴിയുമ്പോൾ ആ വചനം വിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏർപ്പാടാക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. അതായത് സ്പർശിച്ച വചനം 3 പ്രാവശ്യം ചൊല്ലുന്നതുണ്ട്. അതിന്റെ പശ്ചാത്തലം ആ വ്യക്തി തന്നെ പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. അതിനുശേഷമാണ് ഈ വചനം വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് പ്രാപ്തരായ വ്യക്തികൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും വികാരിച്ചത്, അതുകൊണ്ടാണ് റിസോഴ്സ് ടീം ഉണ്ടെങ്കിൽ അത് വികാരിച്ചതിന്റെ കീഴിൽ നടക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആരെങ്കിലും വിളിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം കൊടുക്കാനായിട്ട് പാടില്ല.
പക്ഷേ മറ്റൊരു ഡൗട്ട് വിദ്യാഭ്യാസ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കമ്മീഷൻ കാണുന്നുണ്ട്, ഹെറിറ്റേജ് കമ്മീഷൻ. എന്താണ് ആ കമ്മീഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം? ഹെറിറ്റേജ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രവും സംസ്കാരവും എന്നാണ് മലയാളത്തിൽ അത് പറയുന്നത്. ഈ നമ്മുടെ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരുടെയും ഇങ്ങനെ ചരിത്രം കാത്തു സൂക്ഷിക്കുന്ന ഈ സംസ്കാരത്തിന്റെ ഒരു വളർച്ച ഉറപ്പുവരുത്തുന്ന ഒരു അവസ്ഥയില്ല. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രൂപത ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 25 വർഷത്തെ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. ആരുടെയും കയ്യിലില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഒന്നും തന്നെ ആരും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചരിത്ര അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. സംസ്കാരം നമുക്ക് ലത്തീൻ കത്തോലിക്കത്തിൽ ഒരു സംസ്കാരമുണ്ട്, അതും നെയ്യാറ്റിൻകര രൂപതയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. ഇതിനൊക്കെ കാത്തു സൂക്ഷിക്കാനും ആ പൈതൃകം വളർത്തിയെടുക്കാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനും സാധിക്കും. അതിനുവേണ്ടി KRLCC രൂപം കൊടുത്തതാണ് ഈ കമ്മീഷൻ. ആ കമ്മീഷൻ നമ്മുടെ രൂപതയിൽ സജീവമായി പ്രവർത്തിച്ചു. ഈ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ RC മാട്രിമോണിയൽ എന്നൊരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ട് നമുക്കുണ്ടോ അങ്ങനെ RC മാട്രിമോണിയൽ? RC മാട്രിമോണിയൽ നമ്മുടെ രൂപതയിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. KLCയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാരേജ് ബ്യൂറോ ഉണ്ടായിരുന്നു. 7-8 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ 1-2 രൂപതയിൽ മാത്രമേ സ്വന്തമായിട്ട് മാരേജ് ബ്യൂറോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ KRLCC RC മാട്രിമോണി എന്ന പേരില് മാരേജ് ബ്യൂറോ ആരംഭിച്ചു. അപ്പൊ നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നു, ആര് നടത്തും എന്നുള്ളത്. സംസ്ഥാന തലത്തിൽ 12 രൂപതയും കോർത്തിണത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അത് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ കീഴിലാണ്. അപ്പൊ ഇവിടെ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുമോ KLC ചെയ്യുമോ, അവസാനം ഒരുമിച്ചിരുന്ന ചർച്ചയുടെ വെളിച്ചത്തിൽ അത് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ തന്നെ നടത്തണം എന്നൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ KLCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ മുഴുവൻ അങ്ങോട്ട് കൈമാറുന്നു. അതോടൊപ്പം പുതിയ ആൾക്കാരെ എടുത്തുകൊണ്ട് അതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഈ 12 രൂപതയിൽ എവിടെ അനുയോജ്യ പങ്കാളിയുണ്ട് ആ പങ്കാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ MBBS പഠിച്ച ഒരു പെൺകുട്ടി ഇവിടെ ആൺകുട്ടിയെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ 12 രൂപതയിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഈ വ്യക്തി കണ്ടെത്താനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വ്യക്തികൾ പിന്നെ മറ്റ് സഭകളിലേക്കോ മറ്റ് വിഭാഗങ്ങളിലേക്കൊക്കെ പങ്കാളി കണ്ടെത്താനായിട്ട് പോകേണ്ട അവസ്ഥ വരുന്നു. അതൊക്കെ പരിഹരിക്കാനായിട്ട് ഈ RC മാട്രിമോണിയൽ സഹായിക്കും. ഈ അൽമായ ശുശ്രൂഷ പ്രതിയുടെ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു സമുന്നതരായ വ്യക്തികളെ BCCകളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതെന്തോ ഒരു സമുന്നതരായ വ്യക്തികളെ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അതിനകത്ത്? അതായത് സമുന്നതരായ വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തികം നോക്കിയുള്ളതല്ല. സമൂഹത്തിൽ ഉന്നത പദവിയൊക്കെ വഹിക്കുന്ന വ്യക്തികൾ അവർ പലപ്പോഴും BCCകളിലേക്ക് വരുന്നില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നേതൃത്വം വയ്ക്കുന്ന അവരെക്കാൾ എത്രയോ താഴ്ന്ന വ്യക്തികൾ എന്നൊരു ഫീലുണ്ട്. 2, അവർക്ക് വന്നാലും അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോ ഈ നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുക, അവരെ ക്ഷണിക്കുക, ഇവിടെ വരുമ്പോഴും അവർക്ക് മാന്യമായിട്ട് സ്ഥാനം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വലിയ കൊമ്പുണ്ട് എന്ന രീതിയിലുള്ള അല്ല, പക്ഷെ അവര് സമൂഹത്തിൽ ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് അവര് ഇതിന്റെ പങ്കാളിയായിട്ട് വരണം. അവര് പക്ഷേ ഈ 8 ഭാരവാഹികളിൽ കാണത്തില്ലായിരിക്കാം, പക്ഷെ അവരും വരണം, അവർ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്കും ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അതിനു വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ കഴിഞ്ഞ മാർഗരേഖയിൽ ഇടവക ശുശ്രൂഷ കോർഡിനേറ്റർ എന്ന തസ്തിക ഉണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും BCC കോർഡിനേറ്റർ ആയെന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു മാറ്റത്തിന്റെ? ശുശ്രൂഷ കോർഡിനേറ്റർ എന്ന പദം വന്നത് തന്നെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശുശ്രൂഷ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ഇപ്പോഴും BCCയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ശുശ്രൂഷ കോർഡിനേറ്ററായിട്ട് വെക്കുന്നത്. അങ്ങനെ വന്നപ്പോഴുള്ള പ്രശ്നം വൈദികൻ പോലും അറിയില്ല ഇവര് മീറ്റിംഗ് കൂടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ. പിന്നെ ഒരു ഇടവകയെ സംബന്ധിച്ചോളം ശുശ്രൂഷ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഇടവക വികാരിയാണ്. ഈ ശുശ്രൂഷകളെല്ലാം കോർത്തിണക്കേണ്ട വ്യക്തി, എല്ലാ മീറ്റിംഗിലും ലോകത്തിൽ പോയി കാര്യങ്ങൾ സജീവമായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട വ്യക്തി ശുശ്രൂഷ കോർഡിനേറ്ററാണ്. ഈ BCC കോർഡിനേറ്ററിന് ശുശ്രൂഷ കോർഡിനേറ്ററായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ പല വൈദികരും ഇത് തന്നെ സൗകര്യം എന്നെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷ പ്രവർത്തനം നടക്കുന്നു, മീറ്റിംഗ് കൂടുന്നു, ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ
സുഖം പിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് എല്ലാ ഇടവകളിലും ഈ ശുശ്രൂഷ പ്രവർത്തനം നടക്കുന്നു, മീറ്റിംഗ് കൂടുന്നു എന്നത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കുന്നു. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇടവികാരിക്കാണ്, അല്ലെങ്കിൽ ഇടവികാരിയോട് ചോദിച്ചാൽ പറയും ഇവിടെ ശുശ്രൂഷ കോർഡിനേറ്റർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുണ്ട്. അത് പാടില്ല. വികാരിയച്ഛന്മാർ തന്നെ എല്ലാ ശുശ്രൂഷകളും സജീവമായി നടത്തുവാനും കോർഡിനേറ്റ് ചെയ്യാനും സാധിക്കണം. അതിനുവേണ്ടിയാണ് ആ പദം എടുത്ത് മാറ്റിയത്. ഈ VCC കോർഡിനേറ്റർ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും എല്ലാ വർഷവും ഒരു ചർച്ച വിഷയമാണുണ്ട്. ഇപ്പോഴും ചിലയിടത്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ VCC ലീഡർമാരിൽ ഒരാളാണ് VCC കോർഡിനേറ്റർ എന്നാണ് ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു പ്രൊസീജിയർ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനൊന്ന് വിശദീകരിക്കാവോ? നേരത്തെയും കൃത്യമായിട്ടുള്ള രീതി ഉണ്ട്. പക്ഷെ അത് ചിലര് മനസ്സിലാക്കിയുള്ള വ്യത്യാസം. ഇപ്രാവശ്യം അച്ഛന്മാർക്ക് ഇതുകൊണ്ട് ക്ലാസ് എടുത്തപ്പോൾ തന്നെ അച്ഛന്മാരിലത്തെ പോലും ആരുള്ള സംശയം ഉണ്ടായിരുന്നു. ഈ VCC കോർഡിനേറ്റർ തിരഞ്ഞെടുക്കുന്നത് ഓരോ VCC 8 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എത്ര VCC ഉണ്ടോ അത്രയും VCC ഗുണം 8 പേര്. അത്രയും പേർക്കും ഈ VCC കോർഡിനേറ്റർ ആവാനായിട്ട് യോഗ്യതയുണ്ട്. ഒറ്റ കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ, അതിൽ നിന്ന് 25 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ യുവജന പ്രതിനിധികൾ 25 വയസ്സിന് താഴെയുള്ളവരെങ്കിൽ അവർക്ക് മാത്രമേ അതിൽ വരാനായിട്ട് അനർഹതയുള്ളൂ. ബാക്കി എല്ലാവർക്കും ആകാനായിട്ട് സാധിക്കും. വോട്ടിംഗ് പവർ മാത്രമല്ല അവർക്കുള്ളത്, സ്ഥാനാർത്ഥിയാകാനും ഈ ഭാരവാഹികൾക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 3 വർഷമെങ്കിലും VCC തലത്തിലോ ഇടവക തലത്തിലോ പ്രവർത്തിച്ച് പരിചയം ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് VCC ഭാരവാഹിയാകുന്ന ഒരു വ്യക്തി ലീഡറല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് വരാം. അങ്ങനെയുള്ള വ്യക്തിക്ക് നേരിട്ട് കോർഡിനേറ്റർ ആകാൻ സാധിക്കില്ല. 3 വർഷമെങ്കിലും പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരിക്കണം. 25 വയസ്സ് തികഞ്ഞ വ്യക്തിയുമായിരിക്കണം. അതായത് 3 വർഷമായിട്ട് ഏതെങ്കിലും ഒരു ശുശ്രൂഷ പ്രവർത്തിച്ച വ്യക്തിക്ക് VCC കോർഡിനേറ്റർ ഇവരെല്ലാവരും ചേർന്നിട്ടാണ്, ഈ 8 പേരുകൾ ചേർന്നിട്ടാണ് VCC കോർഡിനേറ്റർ. ഒരു വ്യക്തതയുടെ ഒരു കുറവുണ്ടെന്ന്. മറ്റൊരു ചോദ്യം, ഈ VCC കോർഡിനേറ്ററുടെ ദൗത്യം പറഞ്ഞിരിക്കുന്നിടത്ത് ഇടവക വികാരിയുടെ അനുവാദത്തോടെ വീടുകൾ സന്ദർശിക്കുന്നൊരു പരാമർശം എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VCC കോർഡിനേറ്ററെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു അനുവാദമല്ലേ? പിന്നെ ഒരു അനുവാദത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ പറയുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു അത് വന്നിട്ടുള്ള ചില പരാതികളിലേക്ക് കൂടി വിളിച്ചതിലാണ് അത്തരത്തിലുള്ള ചിന്ത വന്നത്. ചില വ്യക്തികൾ സ്വന്തം VCC ഒരിക്കലും പങ്കെടുക്കില്ല. എപ്പോൾ ചോദിച്ചാലും ഇങ്ങനെ ആ യൂണിറ്റിൽ പോയി ഈ യൂണിറ്റിൽ പോയി എന്നുള്ളത് ഇങ്ങനെ പരതി നടക്കുന്ന ഒരവസ്ഥയാണ്. രണ്ടാമതായിട്ട് ചില യൂണിറ്റുകളിലെങ്കിലും സ്ഥിരമായിട്ട് ചില യൂണിറ്റുകൾ മാത്രം പോവുകയും മറ്റു യൂണിറ്റുകളിൽ പോകാതിരിക്കുകയും ചെയ്യും. മൂന്നാമത് ഏറ്റവും സജീവമായിരിക്കുന്ന യൂണിറ്റുകളിൽ അദ്ദേഹം പങ്കെടുക്കും, നിർജീവമായിരിക്കുന്ന യൂണിറ്റുകളിൽ പോകുന്നില്ല. പ്രധാനമായിട്ട് പങ്കെടുക്കേണ്ട നിർജീവ യൂണിറ്റുകൾ സജീവമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചുമതല. എവിടെയെങ്കിലും നടക്കുന്നില്ല എങ്കിൽ ആ ലീഡേഴ്സുമായിട്ട് ചേർന്ന് ഭാവസന്ദർശനം നടത്തി ആ യൂണിറ്റ് സജീവമാക്കണം. പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തം യൂണിറ്റിൽ പങ്കെടുക്കില്ല, ഏറ്റവും സജീവമായിരിക്കുന്ന യൂണിറ്റുകളിൽ പോകും. അവിടെ പോകാൻ സുഖമാണ്, അവിടെ പോയി കാര്യങ്ങൾ പറയാൻ സുഖമാണ്. അതുണ്ടാകാതിരിക്കാനാണ് വികാരിയച്ഛന്റെ അനുഭവത്തോടുകൂടി അപ്പൊ നിർജീവമായിരിക്കുന്ന ഏതെന്ന് കണ്ടെത്താം, അവിടേക്ക് അധികം പോകാനുള്ള ശ്രമം. ഒപ്പം സ്വന്തം യൂണിറ്റിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒക്കെ പങ്കെടുക്കാനും ഉള്ള ക്രമീകരണം ചെയ്യാൻ. അതായത് ഈ VCC പ്രവർത്തനങ്ങളുമായിട്ട് വീടുകൾ സന്ദർശിക്കുകയാണെങ്കിൽ അച്ഛനെയും കൂടെ ഒന്ന് അക്നോളജ് ചെയ്യണം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ വീടുകളിൽ പോകുന്നതിന് തടസ്സമൊന്നുമല്ല, അത് കൺട്രോൾ ചെയ്യാനല്ല, കൂടുതൽ സുഖമാകാനായിട്ട്. പിന്നെ കോർഡിനേറ്റർ വ്യക്തിയുടെ കാര്യമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കും നോർമലായിട്ട്. അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും അനുവാദം കിട്ടുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ അച്ഛൻ കൂടി അറിയണം അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊരു തിരഞ്ഞെടുപ്പല്ല, ദൈവ ഇഷ്ടം തേടലാണ്. അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നത് തോന്നുന്നു, അച്ഛൻ അങ്ങനെ പ്രസംഗിക്കാറുമുണ്ട്. ശരിക്കും അത് ഒന്നുകൂടി എനിക്ക് നമ്മൾ ഇടയ്ക്ക് ചർച്ചയിൽ അത് വന്നു എങ്കിലും എൻ്റെ ഒരു സമാപനം എന്ന രീതിയിൽ ഒരു ആശംസയായിട്ട് നമ്മുടെ ജനത്തോട് അച്ഛൻ അത് പറയാനുള്ള കാര്യം പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണത്. ഒരു ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി, അത് പ്രധാന ലീഡറാകട്ടെ ഇതര ശുശ്രൂഷകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാകട്ടെ, അദ്ദേഹം നല്ലിടയനായ യേശുവിന്റെ ദൗത്യത്തിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച പൗരോഹിത്യ ദൗത്യത്തിൽ, പൊതുപൗരോഹിത്യം, ആ ദൗത്യത്തിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യേശുവായിരിക്കണം, ദൈവമായിരിക്കണം, പരിശുദ്ധാത്മാവായിരിക്കണം അവർക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടത്.
എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കയറി വരുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് ഒരു സ്ഥാനത്തേക്ക് വരുന്നതല്ല, മറിച്ച് ദൈവം നിശ്ചയിക്കുന്നതായിരിക്കണം. മറ്റുള്ളവർ അതിന് പരിശുദ്ധാത്മാ പ്രചോദനം കൊടുക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ദൈവഹിതം ആരായാലാണ് ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. ഒരാൾ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും, ഒരുപാട് കല്ലേറുകൾ ഉണ്ടാകും, ഒരുപാട് കുരിശുകൾ ഏറ്റെടുക്കേണ്ടി വരും. ആ കുരിശ് എടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകണമെങ്കിൽ ഒരു പ്രാർത്ഥന ചൈതന്യം ഉണ്ടാകണം, ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം ഉണ്ടാകണം, ദൈവ ഇഷ്ടം നിറവേറ്റലായിരിക്കണം. എങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തളർന്നു പോകാതെ വീണ്ടും അത് തുടരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പും ഓരോ വ്യക്തി സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടാകണം. യേശുവിന്റെ ദൗത്യത്തിലാണ് പങ്കുചേരുന്നത് എന്ന ബോധ്യമുണ്ടാകണം. പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. എൻ്റെ ബുദ്ധിശക്തി ആയിരിക്കരുത്, എൻ്റെ ചിന്തകളായിരിക്കരുത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നായി നിർത്തുവാനായിട്ട് വിശ്വാസത്തിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പുരോഗതിയിലും കൂടെ നിന്ന് ശുശ്രൂഷ കോർഡിനേറ്ററായിട്ട് ഒരു BCC പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. അത് ദൈവത്തിന്റെ ഹിതം ആരായിട്ട് തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി അച്ഛ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം ഈ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ സംശയങ്ങൾ പലതരത്തിലുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാ സംശയങ്ങൾക്കും നല്ല ഒരു ഉത്തരം അച്ഛൻ നൽകി. ഈ സമയം ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ചെലവഴിച്ചതിന് ഏറ്റവും കൃത്യമായി നന്ദി.